ഇന്ന് നമ്മളൊരു ബ്രസീലിയൻ ഇതിഹാസത്തിനെ പറ്റിയും അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഡോക്യുമെന്ററിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. വേറെ ആരുമല്ല, റൊണാൾഡോ ലൂയിസ് നസാരിയോ ഡിലിമ അഥവാ സാക്ഷാൽ റൊണാൾഡോ, ദ ഫിനോമിൻ ഫിനോമിനോ എന്നൊക്കെ അറിയപ്പെടുന്ന റൊണാൾഡോനെ പറ്റിയിട്ടുള്ള ഡോക്യുമെന്ററിനെ പറ്റി നാം ഡിസ്കസ് ചെയ്യണം. ഡോക്യുമെന്ററിയിലേക്ക് പോകുന്നതിന് മുന്നേ രണ്ട് കാര്യങ്ങൾ പറയാം നമുക്ക്. ഒന്ന്, നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, റൊണാൾഡോന്റെ കുറച്ച് ഓർമ്മകളെ പറ്റി സംസാരിക്കണം. വേറെ ഒന്നുമല്ല, കാരണം എൻ്റെ ഫുട്ബോൾ ഓർമ്മകൾ തുടങ്ങുന്നത് 2002 വേൾഡ് കപ്പ് മുതലാണ്. ഞാൻ ഒന്നും വളരെ ചെറുതാണ്. അപ്പം മുതലുള്ളതാണ് എൻ്റെ മനസ്സിലുള്ള ഓർമ്മകൾ. ആൻഡ് ഞാനൊരു ബ്രസീൽ ആരാധകനാകാനായിട്ട് കാരണം ആ ഒരു വേൾഡ് കപ്പ് കൂടിയാണ്. ആൻഡ് അന്നത്തെ റൊണാൾഡോ പ്രൈം കാലഘട്ടത്തിലുള്ള റൊണാൾഡോ ആണ്. ആൻഡ് അതിന് മുന്നത്തെ ഇതൊന്നും ഞാൻ അതിനുശേഷം വളരെ വലുതായതിനു ശേഷം ഞാൻ വീഡിയോസിലൂടെയാണ് ആ റൊണാൾഡോന്റെ കളികളും ഗോളുകളൊക്കെ പറ്റിയിട്ട് കണ്ടിട്ടുള്ളത്. നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും ചിലപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഇരിക്കാം. ബട്ട് അവിടെ മുതലാണ് എൻ്റെ ഓർമ്മകളുള്ളത്. ആൻ ആബ്സല്യൂട്ട് ബീസ്റ്റ് ഓഫ് എ സ്ട്രൈക്കർ. കാരണം സ്ട്രൈക്കർ എന്നുള്ള ഒരു പൊസിഷനെ വേറൊരു തലത്തിലേക്ക് എത്തിച്ചത് റൊണാൾഡോ എന്നാണ് ഒട്ടുമിക്ക ഇതിൽ ഞാൻ വായിച്ചിട്ടുള്ളതും പല ലെജൻസ് പറഞ്ഞിട്ടുള്ളതും. എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം അതല്ല അല്ലെങ്കിൽ അതാണ് എന്നുണ്ടെങ്കിലും കമന്റിൽ രേഖപ്പെടുത്തുക. ആൻഡ് നമുക്ക് ഡോക്യുമെന്ററിയിലേക്ക് പോകാം. സോ ഡോക്യുമെന്ററി തുടങ്ങുന്നത് ഇത് ആക്ച്വലി റൊണാൾഡോന്റെ കംപ്ലീറ്റ് ലൈഫിനെ പറ്റി. നോർമലി നമ്മൾ കണ്ടുവരുന്ന ഡോക്യുമെന്ററീസിൽ തുടക്കം മുതൽ ലാസ്റ്റ് വരെയുള്ള അങ്ങനത്തെ ഒരു ഇതിനെ അല്ല. സോ ഇത് 1998 വേൾഡ് കപ്പിൽ മുതൽ, ആ വേൾഡ് കപ്പിന്റെ ഫൈനലിന്റെ തൊട്ട് മുന്നേ മുതൽ 2002 വേൾഡ് കപ്പ് വിജയിക്കുന്ന വരെയുള്ള നിമിഷങ്ങളെ പറ്റിയിട്ടാണ് എടുത്തേക്കണം. അതിന് ഇൻസിഡന്റും ആ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടാണ്. സോ തുടക്കമൊക്കെ അടിപൊളിയാണ്. എനിക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ കുറെ ഹിസ്റ്ററിയൊക്കെ അങ്ങനെ അധികം ഹിസ്റ്ററി ഞാൻ അധികം നോക്കിയിട്ടുള്ള ആളല്ല. ഞാൻ എപ്പോഴും കളികളും അതിൻ്റെ ആ ഒരു ഗോളുകളും അങ്ങനത്തെ ആ ഒരു ഇതാണ് കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇങ്ങനത്തെ ഡോക്യുമെന്ററീസ് കാണുമ്പോൾ കൂടുതൽ നമുക്ക് ഹിസ്റ്ററി അറിയാൻ പറ്റും. കൂടുതൽ എന്താണ് ആ ഹിസ്റ്ററിയിൽ സംഭവിച്ചത് എന്നുള്ള അറിയാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ എന്നാണ് തുടങ്ങണത്. ആ ഒരു ഫൈനൽ മുതൽ ഫ്രാൻസിനെതിരെ അന്ന് വേൾഡ് കപ്പ് ഫൈനലിൽ 98 വേൾഡ് കപ്പിൽ ഫൈനലിൽ ബ്രസീൽ തോക്കുണ്ടായിരുന്നു. അപ്പൊ ആ തോറ്റതിന്റെ കാരണമായിട്ടും തോൽവി ആ ഒരു കളിക്ക് മുന്നേ നടന്ന ഇൻസിഡൻസും ആ കളിക്ക് ശേഷം ആ ഇൻസിഡന്റ് കാരണം ഉണ്ടായതിനെ പറ്റിയൊക്കെയാണ് ആദ്യം കാണിക്കുന്നത്. ആൻഡ് ഇതിന്റെ അകത്ത് എനിക്ക് നോർമലി ഒരു ഇത് ഫീൽ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുറച്ചും കൂടെ അടിപൊളിയാക്കിയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ എന്റർടൈൻ നിർത്തിയാൽ നമുക്ക് ചെറിയൊരു ലാഗ് ഒക്കെ ഫീൽ ചെയ്യും. പക്ഷേ ഞാൻ റൊണാൾഡോന്റെ ഒരു ആരാധകനായോണ്ടാണെന്ന് അറിയില്ല, ഞാൻ വളരെ ഈഗറായിട്ടിരുന്ന് തന്നെ കണ്ടത്. പിന്നെ ഇതിൽ വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൊണാൾഡോയുടെ പരിക്കിനെ പറ്റിയും റൊണാൾഡോക്ക് ഉണ്ടായ ആ പരിക്കും എങ്ങനെയാണ് അത് ഇത് ചെയ്തത്, ആ ഒരു പാട്ട് എനിക്കും കണ്ട സമയത്ത് എനിക്കും മനസ്സിന് കുറച്ച് വിഷമം തോന്നി. കാരണം പുള്ളിയുടെ നീ ഇഞ്ചറി വന്നതിന് ശേഷം ആ ഒരു ഇഞ്ചറി റിക്കവറായി വന്ന് അത് റിക്കവറായി ഫസ്റ്റ് കളി തന്നെ വീണ്ടും കംപ്ലീറ്റ്ലി ഇഞ്ചേർഡ് ആയിട്ട് പോണത്. ആൻഡ് അത് നമുക്ക് കാണുന്ന സമയത്ത് കുറച്ച് വിഷമം ഉണ്ടാക്കും. ആൻഡ് ആ ഒരു ഇഞ്ചറി ഇല്ലായിരുന്നെങ്കിൽ ശരിക്കും റൊണാൾഡോ ഗോട്ട് ലെവലിൽ ഇപ്പൊ നമ്മൾ പറയുന്ന ആ ഗോട്ട് ലെവലിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പ്ലെയർ ആയിരുന്നു. ആ ഇഞ്ചറിയും പിന്നെ വേറെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഇല്ലായിരുന്നെങ്കിൽ. ആൻഡ് ആ ഇഞ്ചറിക്ക് ശേഷം റിക്കവർ ആകാൻ വേണ്ടിയിട്ട് റൊണാൾഡോ എന്തൊക്കെ ചെയ്തു, ആൻഡ് ആ ടൈമിൽ റൊണാൾഡോ എന്തൊക്കെ കാര്യങ്ങളിലൂടെ കടന്നുപോയത്, ഫാമിലി പരമായ കാര്യങ്ങളിലും ഒക്കെ പേഴ്സണൽ ലൈഫിന്റെ കാര്യങ്ങളിലും ഒക്കെ എന്തിലൂടെ കടന്നുപോയി. അതിനുശേഷം ആ വേൾഡ് കപ്പിലേക്ക് എങ്ങനെയാണ് ആ ടീം സെലക്ഷനിലേക്ക് എത്തിപ്പെടണം അതിനെ പറ്റിയൊക്കെയാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. ഇതിനകത്ത് ഈ ഡോക്യുമെന്ററിയിൽ സിദാൻ സംസാരിക്കുന്നുണ്ട്, അതേപോലെ തന്നെ മറ്റു ബ്രസീലിയൻ ലെജൻഡ് ആയിട്ടുള്ള റൊമാരിയോ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് പ്ലേയേഴ്സും കോച്ചുമാരൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ട് ഇതിനകത്ത്. എസ്പെഷ്യലി റൊണാൾഡോയുടെ ആ ഒരു ഡോക്ടർ ഉണ്ട്, ട്രീറ്റ് ചെയ്ത ഒരു ഫ്രഞ്ച് ഡോക്ടർ, ആ ഡോക്ടർ വന്ന് സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഡോക്ടർ ഇതിനകത്ത് പറയുന്നുണ്ട് അന്ന് ഞങ്ങൾ ആദ്യം ഇഞ്ചറി വരുന്ന സമയത്ത് ഞങ്ങളെടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്നുള്ള രീതിക്കൊക്കെ. ആൻഡ് 2002 വേൾഡ് കപ്പ് വിജയിക്കുന്നത് വരെയാണ് ഈ ഡോക്യുമെന്ററി പറയുന്നത്. എനിക്ക് ഈ ഡോക്യുമെന്ററി കണ്ടതിന് ശേഷം തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും റൊണാൾഡോയുടെ ഫുൾ ലൈഫിലൊരു ഡോക്യുമെന്ററി ഒക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളിയായിരിക്കും. കാരണം അതുപോലത്തെ ഒരു പ്ലെയർ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, R9 എന്നുള്ള വിളിപ്പേര് പുള്ളി ആബ്സല്യൂട്ട് ക്ലിനിക്കൽ ഫിനിഷിങ്ങിലൂടെ മാത്രം നേടിയെടുത്താണ്. ദ ഫിനോമിൻ എന്ന് പുള്ളിനെ ഇറ്റലിയിൽ ആ പേര് വീണത് എങ്ങനെയാണെന്നൊക്കെ ഈ ഡോക്യുമെന്ററി പറയുന്നുണ്ടാവും. പക്ഷെ ഇറ്റലിയിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ദ ഫിനോമിൻ എന്നുള്ള പേര് വീണത്. ആൻഡ് അത് റൊണാൾഡോന് അത് ആപ്റ്റാണ്, ദ ഫിനോമിൻ. അതിനകത്ത് വേറൊരു തമാശ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഫിനോമിൻ എന്ന് ആദ്യം വിളിക്കുന്ന സമയത്ത് റൊണാൾഡോക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല എന്നൊക്കെ റൊണാൾഡോ ഇതിനകത്ത് പറയുന്നുണ്ട്. ആൻഡ് ഫിനോമിനോ, ആബ്സല്യൂട്ട് ഫിനോമിൻ, അതല്ല എന്ന് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ക്ലിനിക്കൽ സ്ട്രൈക്കിങ്ങിന്റെ
ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാൾ. അത് പറയാണ്ടിരിക്കാൻ ഒട്ടും പറ്റില്ല. കാരണം അത്ര മനോഹരമായിരുന്നു പുള്ളിയുടെ ഡ്രിബിളിംഗ് സ്കിൽസും അതേപോലെ തന്നെ ചില സ്കിൽ സെറ്റുകളും ഗോൾ സ്കോറിങ്ങും. സോ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഡോക്യുമെന്ററി നിങ്ങൾ എന്തായാലും കണ്ടിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് മോയം.